ഹായ് സുഹൃത്തുക്കളെ, നമ്മളൊരു വാട്ടർ ലെവൽ കൺട്രോൾ സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇത് വീഡിയോൻ്റെ അക്കോഫിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു വാട്ടർ ലെവൽ കൺട്രോളറാണ്. നമുക്ക് മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കാനും അതുപോലെ ഓണാവാനൊക്കെ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന് ഏകദേശം 2350 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഇതിന് 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നാൽ നമുക്ക് വീട്ടിലൊന്ന് സർവീസ് ചെയ്ത് തരുന്നതാണ്. വിളിച്ചാൽ പെട്ടെന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിത് വയ്ക്കണത്. 2-3 വർഷം നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഫീൽഡിൽ ഇപ്പോൾ ഇതൊരു 10-13 കൊല്ലത്തോളമായിട്ട് ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പ് ഇത് ഇറങ്ങിയില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മോട്ടർ ഓട്ടോമാറ്റിക് ആക്കാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യുന്നതാണ് അടിപൊളിയാണ്. ഈ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒപ്പം വരുന്നത് 4 സെൻസറുകളാണ്. ഒന്ന് ഡ്രൈ റൺ സെൻസറാണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യണ സമയത്ത് വെള്ളം ടാങ്കിൽ കഴിഞ്ഞ് വർക്ക് ചെയ്യണ സമയത്ത് വെള്ളം മുകളിലേക്ക് എത്താണ്ടിരിക്കുക, വാളോടെയും തുറന്നിട്ട് അടിയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഫുട്ബോൾ കംപ്ലൈൻ്റ് ആയിട്ടോ വേറെ എന്തെങ്കിലും കാരണവശാൽ വെള്ളം മുകളിലേക്ക് എത്താണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഡ്രൈ റൺ സെൻസറാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെള്ളം എത്തിയില്ലെങ്കിൽ, ഏകദേശം മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ വെള്ളം എത്തണ സമയം ഉണ്ടായ സമയത്തുള്ള വെള്ളം എത്തിയില്ലെങ്കിൽ അത് നമുക്ക് സിഗ്നൽ ഒരു മോട്ടർ ഓഫ് ആവും. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്തിട്ട് ചൂടായിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരില്ല ഇത് വെച്ച് കഴിഞ്ഞാൽ. അതിനാണ് ഈ സെൻസർ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള 3 സെൻസർ നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ ഇടണം. കോമൺ സെൻസർ, ലോ സെൻസറും അപ്പർ സെൻസർ എന്ന് പറയും. അപ്പോൾ ലോ സെൻസർ ഉപയോഗിക്കുന്നത് നമുക്ക് വെള്ളം കഴിയുമ്പോൾ മോട്ടർ ഓണാവാൻ വേണ്ടിയും, പിന്നെ അപ്പർ സെൻസർ ഉപയോഗിക്കുന്നത് മോട്ടർ ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടിക്കഴിഞ്ഞാൽ മോട്ടർ ഓഫ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 4 സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 4 കോർ വയറാണ്. 4 വയറാണ് ഇതിൻ്റെ ആവശ്യം. നമുക്ക് 1 വയറാണ് ഇപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈ സിസ്റ്റം എവിടെയാണ് മോട്ടർ സ്വിച്ചിൻ്റെ അടുത്താണ് സാധാരണ വയ്ക്കാറ്. അപ്പോൾ അവിടെ നിന്ന് നേരെ വാട്ടർ ടാങ്കിയുടെ മുകളിലേക്ക് നമുക്ക് 4 കോർ വയർ ഇടണം. 1 അല്ലെങ്കിൽ 0.5 ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. വളരെ സെൻസറായ കാരണം വളരെ നൈസായിട്ടുള്ള വയർ മതി. നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ള 1 4 കോർ വയറാണ്. നമ്മൾ ഈ സിസ്റ്റം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് മുകളിൽ വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് നമ്മളിത് സെൻസർ സെറ്റ് ചെയ്യാൻ വേണ്ടി മുമ്പ് നമ്മളിതൊരു ബക്കറ്റിൽ വെച്ചിരുന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ. കാരണം സെൻസറുകൾ അതുപോലെ ഇതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മളിവിടെ നിന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വർക്കിംഗ് കറക്റ്റാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് സെറ്റ് ചെയ്യാം. അതൊരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ബക്കറ്റിൽ വെള്ളം പിടിച്ച് ഇതുപോലെ ടാങ്കിൽ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണം അതേ അളവിൽ ഇത് ഒന്ന് കൈ കൊണ്ട് പിടിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേപോലെ നമ്മൾ വാട്ടർ ടാങ്കിൽ സെറ്റ് ചെയ്യുക. ഈ സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതിൻ്റെ ഒപ്പം ഡയഗ്രാം തന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് അതിൽ മാർക്കിങ് കാര്യങ്ങളുണ്ട്. ഏത് വയറാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 3 ഡ്രൈ സെൻസർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 വയർ ഒന്ന് ബ്ലാക്കാണ്, കോമൺ സെൻസറായിട്ട് വരും C. അപ്പോൾ അത് വെറുതെ ടാങ്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കോമൺ സെൻസർ. പിന്നെ ആ കോമൺ സെൻസറിലേക്കാണ് നമ്മൾ ഡ്രൈ സെൻസറിൻ്റെ ഒരു ബ്ലാക്ക് വയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 വയറിൽ ഒരു വയർ അങ്ങനെ കൊടുക്കുമ്പോൾ ബാക്കി 3 വയർ നമ്മൾ L-ഉം U ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലത്തെ ടാങ്കിയുടെ ഫിറ്റിങ് നമ്മുടെ കഴിഞ്ഞു. അത് നമ്മൾ ഏത് ലെവലിലാണ് വെള്ളം വേണ്ടിച്ച് ആ ലെവലിൽ വേണം കഴിഞ്ഞാൽ മോട്ടർ ഓണാവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ നമ്മൾ ലോ സെൻസർ സെറ്റ് ചെയ്യുക. അതുപോലെ ഏത് ലെവലിലാണ് നമ്മൾ ടാങ്കിൽ നിറയേണ്ടത് എന്ന് വെച്ചാൽ ആ ലെവലിൽ അപ്പർ സെൻസർ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ലെവലിലെത്തുമ്പോൾ മോട്ടർ ഓണാവുകയും ചെയ്യും, മുകളിലേക്ക് എത്തുമ്പോൾ ആ ലെവലിലെത്തുമ്പോൾ മോട്ടർ ഓഫ് ആവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, ജോയിൻറ്റ് ചെയ്യുക, അതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് കറക്റ്റായിരിക്കും.
കിട്ടില്ലേ?